ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് രേവതി. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് റമദാന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആൻഡ് ക്വിക്ക് ആൻഡ് ഈസി സ്നാക്കാണ്. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല രീതിയിൽ മാംഗോ കിട്ടും. അപ്പോഴത്തേക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാംഗോ കൊണ്ടുള്ളൊരു ഫ്രൈ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 മാംഗോയാണ്. മാംഗോ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. സ്വീറ്റ് ആയിട്ടുള്ള ഏത് മാംഗോയും എടുക്കാം. അതിനുശേഷം ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദയാണ് ആഡ് ചെയ്യണത്. 1/4 കപ്പ് പ്ലസ് ഞാൻ തുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 നമ്മുടെ ഏലക്കയാണ്. ഏലക്ക ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ഫ്ലേവർ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാണ്. ഈ ബാറ്ററിലേക്ക് നമ്മൾ 1 പിഞ്ച് സോഡ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു പൊങ്ങി നല്ല ഇതായിട്ട് വരും. നെക്സ്റ്റ് ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് മധുരം കറക്റ്റായിട്ട് നിൽക്കണം. അതിനുവേണ്ടി ഇപ്പോൾ 2-3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് കുറച്ച് മതി. ഈ ഒരു അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്താൽ മതി. ഇതൊരു മീഡിയം കൺസിസ്റ്റൻസിയാണ് വരേണ്ടത്, ഒരുപാട് ലൂസും ആകരുത്. നെക്സ്റ്റ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് റൈസ് ഫ്ലോർ ആണ്. റൈസ് ഫ്ലോർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. അതിന് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഒരു മീഡിയം കൺസിസ്റ്റൻസി, ഒരുപാട് ലൂസ് ആകരുത്, ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എള്ളാണ്. എല്ലാം ആഡ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി വേറെ നിങ്ങൾക്ക് ക്യുമിൻ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുക. മാംഗോസിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. മാംഗോ നല്ലപോലെ ബാറ്ററിലും ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓയിൽ ചൂടായതിന് ശേഷം ഇതിനകത്തേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് വരുന്നത്. ഇനി ഇത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ബ്രൗണിഷ് കളറായി മാറും. നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ മാറി കിട്ടും. ഇതെപ്പോഴും കോക്കനട്ട് ഓയിലിൽ തന്നെയാണ് ചെയ്യുന്നത് നല്ലത്. വേറെ സൺഫ്ലവർ ഓയിലിനെയും കാട്ടിയൊക്കെ ഏറ്റവും നല്ല ഇതാണ്. നമ്മുടെ മാംഗോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആൻഡ് യമ്മീസ്റ്റ് ആയിട്ടുള്ള മാംഗോ ഫ്രൈ ആണിത്. നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മുടെ ഇഫ്താറിനൊക്കെ സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി മാംഗോ ഫ്രൈ ആണ്. ഇപ്പോൾ സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് മാംഗോസ് ഒക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുട്ടി ബെല്ലൈക്കനുണ്ട്, അവിടെ കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിലെ വീഡിയോസൊക്കെ വരികയുള്ളൂ. അപ്പോൾ ഒരു നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.